ഹായ്, അപ്പൊക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം ടൗണിലാണ് ഉള്ളത്. ഉടുപ്പി റോഡിൽ മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റ്. മഴയില്ലെങ്കിൽ ചെറിയ ചൂട്, അതാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴി ഫുഡ് കഴിക്കണം. ഇപ്പോൾ ഉച്ചക്കും കൂടിയ ഫുഡ് കഴിക്കും മിക്കവാറും. ബാക്കി ഫുള്ള് ഉണ്ടാക്കലാണ് കേട്ടോ. ഫുഡും ഒന്നും തരൂല കേട്ടോ. അതിന് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ മടിയാൽ പട്ടിണി നടന്നോളാം. 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കെല്ലാം ഉണ്ടാക്കും. ഫ്രിഡ്ജെല്ലാം ഉണ്ട് വണ്ടിയിൽ. ഇതേട്ടോ മംഗലാപുരം കഴിഞ്ഞല്ലേ ഇത്? ഇത് മംഗലാപുരം കഴിഞ്ഞേട്ടാ. നമ്മൾ മംഗലാപുരം ടൗണ് കാണൂല കേട്ടോ ഈ റോഡ് വന്നതിന് ശേഷം. പണ്ടല്ലെങ്കിൽ ടൗണിൻ്റെ അതിലൂട്ടിയാണ് പോകുക. ടൗണിൻ്റെ മുകളിലൂട്ടിയാണ് പോവുക. അന്നേരം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന്. ബാക്കി പോകുന്ന വഴിയിലുള്ള വീഡിയോസ് ഇങ്ങനെ നമുക്ക് കണ്ടുപോകാം. അപ്പോൾ വീണ്ടും വേറെ ഒരു ടോളിലെത്തി. ഇത് എത്രാമത്തെ ടോളാടാ? നമ്മൾ ഇതിൽ എത്ര പൈസ ഉണ്ടായിന്? പൈസ കഴിഞ്ഞാ? ഇല്ല, കഴിഞ്ഞില്ല. റെഡ് ഗ്രീന് കത്തി. പൈസ ഏകദേശം കഴിഞ്ഞായിരിക്കും. നിൻ്റെ ഇത് നോക്കണം. അമീറിൻ്റെ ഇതാണ് കേട്ടോ ഈ ഫാസ്ടാഗ് ഉണ്ടാക്കിന്. അന്നേരം ഓൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുത്തിന് ആ സമയത്ത്. അതുകൊണ്ട് ഓൻ്റെ മൊബൈലിലാണെല്ലാം മെസ്സേജെല്ലാം വരിക. ഇപ്പോൾ എത്ര ടോൾ കഴിഞ്ഞ് നമ്മൾ? 5 ടോളായല്ലേ? എല്ലാം 60 റുപ്യ. 60 റുപ്യ തന്നെയാണല്ലേ? എല്ലാം 60 റുപ്യ 50 റുപ്യ 60 റുപ്യ 50 റുപ്യ. എല്ലാം ആകെ 100 കിലോമീറ്റർ കറ്റല്ലേ ഓടിയില്ലോ തൽപ്പാടിന്ന്. ആ ലോക്കായിക്ക. നമ്മളിപ്പോൾ അവിടെ എത്തിയത് ഇത് സന്തക്കട്ട. സന്തക്കട്ട എന്ന് പറയുന്നത് സന്തക്കട്ട തന്നെ തോന്നുന്നു. എന്തെല്ലോ തിന്നൊരു സാധനത്തിന്റെ കട്ടാന്ന് കേട്ടിട്ടുണ്ട്. അഭ്യർത്ഥി കട്ട ഇതല്ലോ. ആ കട്ടയല്ല. നീ ഇതിന്റെ വീഡിയോ ഓൺ ഉണ്ടാ? സന്തക്കട്ട, ഉടുപ്പിയിൽ സന്തക്കട്ട എന്ന് പറഞ്ഞു. ഉടുപ്പിയിൽ ഇതെന്തിനാ പൂവെല്ലാം വെച്ചിന്? നേരെ റോട്ടിൽ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓണാ. ഇന്ന് ഇവിടെ ഓണാ. ഇത് വിഷു. അതെയാ. സന്തക്കട്ടയിൽ ആരും ഉണ്ടല്ലോ എൻ്റെ ഫാമിലി അല്ലേ? ആര്? അതെയാ. ഇവിടെ പൂവിൻ്റെ കടയുണ്ട് കേട്ടോ. ആടെ എന്നാ ഇന്ന് ഓണായ ആടാ? സന്തക്കട്ടയിൽ ഇന്നാ ഓണം? എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അല്ലാണ്ട് ഇന്ന് ഇങ്ങനെ പൂ വെക്കൂല. ഇതാ ഈടെയും പൂ വെക്കുന്നുണ്ട്, ആടെയും വെക്കുന്നുണ്ട്. എന്തായാലും ചോദിച്ചൊക്കെ അവരോട് ഇന്നെന്നാ പരിപാടി. എന്ത് ചോദിക്കാൻ വേണ്ടി? മുല്ലപ്പൂവും മുല്ലപ്പൂവാണ്. ഇതെന്നാ ഇന്ന് എങ്ങനെ മലയാളത്തിൽ ചോദിക്കാം? മലയാളം അറിയാം? ഇന്നെന്താ പ്രത്യേകത? ഇത് പഞ്ചമി. ഇന്ന് പഞ്ചമിയാണ്. നാളെ പഞ്ചമി. നാളെ പഞ്ചമിയാണല്ലേ? അതിനാണ് പൂവ്. വെറുതെ അല്ല. എത്രയാണ് കിലോ? ഒരു മാറ് എത്ര? 100 റുപ്യ ഒരു മാറ്. ഒരു മാറിന് 100. ഇന്ന് പഞ്ചമിയാണ്. വെറുതെ അല്ല. പഞ്ചമി ആയതുകൊണ്ട് എല്ലാവരും പൂ വെക്കുന്ന കേട്ടോ. ഫുള്ള് 100. ഇവിടെ എന്നാ ചരടാന്നല്ല ഫുള്ള്. ഇതെന്നാടാ ചരട് നോക്കിയാ? 10 റുപ്യ കേട്ടാ. 10, 15, 20 ഫുൾ ചരട്. ഒരു കൊടി വാങ്ങിക്കണം സ്വാതന്ത്ര്യ ദിനത്തിനന്ന്. മറ്റേ മലേൻ്റെ മുകളിൽ കട്ടെ. ആഗസ്റ്റ് 15. പിന്നെ 16 അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം എവിടെയാ സ്ഥലം? തെക്കട്ടയാ. അപ്പൊ നമ്മൾ തെക്കട്ട എന്നുള്ള സ്ഥലത്ത് എവിടെ കഴിഞ്ഞ്? ഉടുപ്പി കഴിഞ്ഞാ? അതെയാ. ഉടുപ്പി കഴിഞ്ഞ് തെക്കട്ട എന്ന് പറഞ്ഞുള്ള സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ ഗോവേൻ്റെ ആ റോട്ടിലേക്ക് പോകുന്നില്ല. നമ്മൾ ഉടുപ്പിയിൽ നിന്ന് തെക്കട്ടേന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു കയറും. പിന്നെ കാടും മലയല്ല. പിന്നെ റോഡിന്റെ സ്ഥലമൊന്നും നമുക്ക് തരില്ല. കാടാണ് ഫുള്ള്. ഞാനിപ്പം ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് എന്തോ ഒരു വാട്ടർഫാൾസ്. എന്നാൽ ജാഗോ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിലൂടെ പോവാ. ആ റോഡിലോട്ട് പോവാ. നമ്മൾ പോയ റോഡിന്റെ പോകുമ്പോൾ നമുക്കൊരു രസം ഉണ്ടാവില്ലല്ല. കണ്ട കാഴ്ചകൾ തന്നെ കാണുമ്പോൾ. നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ അതിന്റെ രസം. പിന്നെ ലക്ഷ്യവും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ലക്ഷ്യവും സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കാലാവസ്ഥയാണ്. മഴയില്ല, ഒന്നുമില്ല. കാത്തിക്കാനും ആരുമില്ല.
കാത്തിക്കാനെല്ലാം ആളുണ്ട് കേട്ടാ. വീഡിയോയിൽ കാണുന്നുണ്ടാവും. നേരം പറയൂ, ചീത്ത പറയൂ. എന്താണ് നീ അറിയുന്നത്? അപ്പം നമ്മൾ ഹൈവേന്ന് തെറ്റി കേട്ടാ. നമ്മൾ പോകുന്നത് ജാഗോ വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ടാണ്. നല്ല കാലാവസ്ഥയാണ്. നമുക്ക് മുംബൈയിലേക്ക് പോകാൻ വേണ്ടി ഇതിലൂട്ട് ഒരു വഴിയുണ്ട് കേട്ടാ. പിന്നെ അപ്പുറത്തൂടെ പോകണമെന്ന് വെച്ചാൽ ഇതിലൂട്ട് വന്നത്. ഇനി ഈ വാട്ടർഫാൾസെല്ലാം കണ്ട് അതിലൂട്ട് അങ്ങനെ മുംബൈയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ. എത്ര സ്ഥലമുണ്ട് അടിയേ, റൂട്ടുമ്പോൾ തന്നെ അടിയണേ ഇവർക്ക്. ഫുള്ള് കോടയാണ് കേട്ടാ. കോടയായിട്ട് നിറഞ്ഞു. ചില സ്ഥലത്തെ കോടയുള്ളേ, പെട്ടെന്ന് കോട പോകുന്നു. ಸರ್ ಜಾಗೋ ವಾಟರ್ ಫಾಲ್ ಎಷ್ಟು ಕಿಲೋಮೀಟರ್ ಉಂಟು? 60 ಕಿಲೋಮೀಟರ್. 60. എന്നാ വിട്ടോ. ഇത് ഫോറസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ജാഗോ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ഗേറ്റ് അടച്ചിരുന്നു. ഞാൻ വെച്ച് ഗേറ്റ് ക്ലോസ് ആയിരുന്നു ഫുള്ള്. അപ്പോൾ ഇത് ഫോറസ്റ്റിലേക്ക് നമ്മളിനി കിടക്കുന്നത്. ഇനി 60 കിലോമീറ്റർ ഉണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത്. നമുക്ക് റൂമും കൂടി ചോദിക്കണം അല്ലേ? അതിൻ്റെ അടുത്ത് റൂം ഇതെല്ലാം കിട്ടുമെന്നല്ലോ. അത് ചോദിക്കാൻ മറന്നുപോയി. നമുക്ക് ആരും കാണുമ്പോൾ ചോദിക്കാം. നമുക്ക് ചെറിയ റോഡും കൂടിയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. നല്ലൊരു സ്കൂൾ ഗ്രൗണ്ട് ഇവിടെ ചവിട്ടിയാ. സ്കൂളിൽ കൂട്ടീന്. ഞാനിങ്ങനെ ഇവനോട് പറയാം ചവിട്ടിയാന്ന് നോക്കാൻ വേണ്ടി. കാരണം ടെൻ്റ് അടിക്കാൻ വേണ്ടി നല്ല സ്ഥലം ഉണ്ടെങ്കിൽ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവനോട് ചവിട്ടാൻ പറയുന്നത്. സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഫോറസ്റ്റിനുള്ളിൽ എന്തായാലും ടെൻ്റ് അടിക്കാൻ പാടില്ല. കാരണം അവർ ഗേറ്റ് പാസ് അവിടെ എല്ലാം വാങ്ങിച്ച് നമ്മളോട്. ഗേറ്റിന് പേര് കാണിച്ച് മൊബൈൽ നമ്പർ എടുത്ത് ഇതും വണ്ടി നമ്പറും എടുത്ത് ഇനി നേരെ വിട്ടോളാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫാൾസ് കിട്ടിയേ. വാവ്! അതെ, വണ്ടി എടുക്കാം. അവിടെ നിർത്തിയാൽ മതി, വണ്ടികളൊന്നും അധികം പോകുന്നില്ല. സമയം സന്ധ്യയായി, ഏകദേശം വൈകുന്നേരമായി. ഇവിടെ ഇറങ്ങിയിട്ടാണ് കുളിക്കാനും കളിക്കാനൊന്നും കഴിയില്ല. ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല തോന്നും കേട്ടോ. ഇത് ഫോറസ്റ്റാണ്. ഇവരെ ഗേറ്റെല്ലാം ഉണ്ട് അപ്പുറം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അന്നേരം നമുക്ക് വേഗം അതാ ആടെ എന്തെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പുലി, നരി, പുലിയല്ലതാ. അപ്പോൾ വീടാധികം ഇറങ്ങി വീടാധികം ഇറങ്ങി കളിക്കണ്ടേ, നമുക്ക് വേഗം വിടാം. നല്ലൊരു വാട്ടർഫാൾസ് കേട്ടാ. അപ്പോൾ ഫുള്ള് മൂടൽ മഞ്ഞാന്ന് കേട്ടാ. നല്ല തണുപ്പുണ്ടല്ലോ. ഏതെല്ലോ മറ്റേ ഊട്ടിയിലെത്തിയാൽ മതി. ഊട്ടീൻ്റെ ഫീലില്ലേ? നല്ല ഇതാണ് നല്ല ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമോ. അപ്പോൾ സമയം ഇരുടായി, സമയം 7:30 നമ്മൾ പോകുന്ന വഴിക്ക് ജോഗ് വാട്ടർഫാൾസിൻ്റെ അടുത്ത് ഏകദേശം എത്ര കിലോമീറ്ററിനുണ്ട്? 25 കിലോമീറ്ററാ. ഇനി 25 കിലോമീറ്റർ ഉണ്ട്. അതിലിടയ്ക്ക് ഒരു ഹോട്ടൽ ഇടിയുണ്ട്. ഹോട്ടലിൽ ചായ പിടിക്കാൻ കയറി. നമ്മൾ ചായ പിടിക്കാൻ വെറുതെ കയറിയതല്ല, ഇവിടുത്തെ സിറ്റുവേഷനെല്ലാം കണ്ടിട്ട് ഞാൻ ചായ പിടിക്കാൻ കയറിയിന്. ചായ കുടിച്ച് ആ പെണ്ണുങ്ങളുടെ അടുത്ത് റൂമുണ്ട് കേട്ടോ. അത് അവിടെ 2 റൂമുണ്ട്. അവർ വലിയ 1000 റുപ്യ പറയുന്നത്. വലിയ ടൗണിൽ പോയാൽ 1000 റുപ്യ വേണ്ട. ഈ കാട്ടിൽ 1000 റുപ്യ പറഞ്ഞു കഴിഞ്ഞാൽ 1000 റുപ്യ കൊടുക്കാൻ കഴിയുക. നമ്മൾ 500 പറഞ്ഞു തരൂലെന്ന് പറഞ്ഞു. അന്നേരം അവസാനം നമ്മളെ ഐഡിയ എടുത്ത് നമ്മളെ ടെൻ്റ് അടിക്കാൻ വേണ്ടി സ്ഥലം തരാൻ ചോദിച്ചു. അവസാനം 200 റുപ്യക്ക് 500 റുപ്യ പറഞ്ഞ് നമ്മൾ 200 റുപ്യക്ക് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടെൻ്റ് ഉണ്ട് ഇടാം. നമ്മളിതാ ഈടെ ടെൻ്റ് അടിക്കും. എന്നിട്ട് പിന്നെ ബാത്റൂമും ബാക്കി ഫുഡും എല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ ടെൻ്റ് അടിക്കേണ്ട പരിപാടിയാണ്. ഇനി ടെൻ്റ് അടിച്ചിട്ട് രാവിലെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത്. അമീർ ആദ്യമായിട്ടാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടന്നിറങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു സമാധാനം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ റേഞ്ച് ഉണ്ടായിട്ടില്ല. ഇപ്പം നോക്കുമ്പോഴേക്ക് ജിയോന് റേഞ്ച് ഉണ്ട്. ഒരു സിം എൻ്റെ അടുത്തുണ്ടായിരുന്നു, ജിയോൻ്റെ നമ്മളെ കാശ്മീരിന് വാങ്ങിച്ച സിമ്മ്. ആ സിമ്മ് തൽക്കാലം ഇട്ട് അതിന് റീചാർജ് ആക്കിയിട്ടുണ്ട്. അതിന് റേഞ്ച് ഉണ്ട്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇനിയും ഹോട്ട്സ്പോട്ടെല്ലാം ആക്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉപയോഗിക്കാം. നേരം 1 GB അല്ല 1 GB നമുക്ക് കയറ്റാം. ഒരു 1 ഡേക്ക് ഇത്ര പൈസ കയറ്റിയാൽ അങ്ങനെ കിട്ടുന്നുണ്ട്. അന്നേരം നമ്മൾ ഇവിടെ ടെൻ്റ് അടിക്കുന്നത് കാണാം. ടെൻ്റ് വീട്ടിൽ കുറേ കാലം മുമ്പേ വെച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഇപ്പോൾ ഇറങ്ങി വരും. ടെൻ്റ് അടിക്കുമ്പോൾ വേണം കടന്നുറങ്ങുമ്പോൾ നല്ലൊരു മഴയും വരണം. എന്താണ് വൈകി കാറുണ്ടല്ലേ, കാർ കയറിയാലായി. അത് ശരിയാ, കാറിലുണ്ട്.
അങ്ങനെ ടെൻറ്റ് റെഡി ആയിരിക്കും. അപ്പോൾ നമ്മളെ ടെൻറ്റ് റെഡി ആയിട്ടുണ്ട്. ടെൻറ്റ് സിമ്പിളാണ്. ഇനി വേറെ ഒരു ടെൻറ്റും കൂടി വണ്ടിയിലുണ്ട്. നമ്മൾ ലഡാക്ക് ട്രിപ്പിന് പോകുമ്പോൾ ഉപയോഗിച്ച ടെൻറ്റ് ഉണ്ട് വണ്ടിയിൽ. അഥവാ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഓൻ തിരഞ്ഞ് എനക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ ടെൻറ്റ് എടുത്തിട്ട് അപ്പുറം അടിക്കും. ഇത് ഇഷ്ടംപോലെ രണ്ടാൾക്ക് കിടക്കാൻ പറ്റുന്ന ടെൻറ്റാണ് ഞാൻ കാണിച്ചു തരാം. പ്രശ്നം ഈ ടെൻറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ രണ്ടാൾക്ക് അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റുന്ന ടെൻറ്റാണ് മറ്റേത്. പിന്നെ മറ്റേ ടെൻറ്റിൽ രണ്ടാൾക്ക് കുറച്ച് ഒന്ന് ഒപ്പിച്ച് കിടക്കേണ്ടി വരും. പിന്നെ പ്രശ്നമില്ല. ഇതാ ഇപ്പോൾ പ്രാണിയെല്ലാം വരാൻ തുടങ്ങി നമ്മളെ ടെൻറ്റിൻ്റെ അടുത്തിൽ. എന്തായാലും നമ്മൾ ടെൻറ്റിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം കയറ്റിട്ട് പുതപ്പ് കാര്യങ്ങൾ അത് ഇതെല്ലാം കയറ്റിട്ട് നമ്മൾ വണ്ടി എന്നിട്ട് ഇവിടെ ക്രോസിലിടും. അടിപൊളിയായിട്ട് മഴ പെയ്തിട്ട് നമ്മൾ ടെൻറ്റ് നമ്മൾ ജാഗോ വാട്ടർഫാൾസാ ആടെ എത്തിയില്ലെങ്കിൽ മതി. എന്തായാലും നന്നെ ആദ്യമായിട്ട് ടെൻറ്റ് അടിക്കുന്നു. നീ ആദ്യമായിട്ടില്ല ടെൻറ്റിനുള്ളിൽ കടന്നുറങ്ങുന്നു? സത്യം അതെയല്ലേ? എന്നാലും എക്സ്പീരിയൻസ് നീ രാവിലെ എണീച്ചാൽ മതി. ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അതാ പുതപ്പെടുക്ക്. ആ പുതപ്പെടുക്ക് വലിയ പുതപ്പ്. അതെടുക്ക് ഫസ്റ്റ് പിരികെ ഉള്ളിൽ നേരത്തെ പിരിച്ചോ. 2 മടക്കാക്കി പിരിക്കുന്നോ വേണം. എങ്ങനെ വേണ്ടിക്കും പിരിക്കാം. ആടാ പാറ്റ നല്ല ഗുണം വരുന്നുണ്ട്. ഇതാ നിന്റെ പുറത്തല്ലാതെ പാറ്റ. ലൈറ്റിലാണ് വരുന്നത്. എന്നാ ഒറ്റ ഇതായിക്കോ. സെറ്റായില്ലേ? ഇനി നമ്മളെ ഊതിപ്പൊന്തിക്കുന്ന തനങ്ങാണിയുണ്ട്. കല്ല് ഇനി വേറെ ഇവിടെ പതിപ്പ് അതിൻ്റെ മുകളിൽ ഒരു കാഞ്ചിയ വേറെ ഉണ്ട്. അപ്പോൾ നമ്മളെ ടെൻറ്റിയുടെ സെറ്റായിട്ടുണ്ട്. ഞാൻ മഴ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു സത്യമായിട്ടും. അമീറ ഇനി വിളിച്ചോ. ടെൻറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്നില്ല ഉറപ്പാണ്. എല്ലാം ഒലിച്ചു പോന്നാ. ടെൻറ്റിൻ്റെ പുറത്ത് വീണ് വെള്ളമെല്ലാം ഫുള്ള് പുറത്തേക്ക് ഒലിച്ചു പോകുന്നുണ്ട്. നമ്മൾ വണ്ടി നേരെ ക്രോസിന് ഇട്ടിട്ടുണ്ട്. കാരണം അങ്ങാന്ന് കുന്ന് അങ്ങന്ന് വെള്ളം ഒലിച്ചു വന്നാൽ വണ്ടിക്ക് തടഞ്ഞു വെക്കണം ടെൻറ്റ്. ചിരിക്കുന്നത്. അന്നേരം നമ്മളെന്തായാലും ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയാണ്. ഇനി അധികം താമസിക്കുന്നില്ല. എടാ വണ്ടീൻ്റെ ഉള്ളിൽ ലേറ്റ് എത്തുന്നുണ്ട്. മറ്റേ അത് ഓഫ് ചെയ്തിട്ട് വാ. അന്നേരം നീ അത് ഓഫ് ചെയ്തിട്ട് വാ. ഞാൻ ടെൻറ്റിൻ്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ. അന്നേരം നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയാണ്. ഇനി നമ്മളെ വീഡിയോ രാവിലെ കാണാം. നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ ഫുള്ള് ഇരുട്ടായിരിക്കും. ഓക്കെ. നോക്കട്ടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ കഴിയുമെന്ന്. ഓക്കെ. അന്നേരം വാ ഞാൻ കയറുന്നു. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എയറൊന്നും വരാൻ പറ്റില്ല. കാരണം ഇത് തുറന്നു കഴിഞ്ഞാൽ എയറിന് വേണ്ടി തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ കയറും. അതുകൊണ്ട് പ്രശ്നമില്ല. നല്ല ഉള്ളിൽ തണുപ്പുണ്ടല്ലേ? വലിയ ചൂടൊന്നുമില്ല. ഇനി അഥവാ മഴ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നിടാം. 200 റുപ്യേൻ്റെ റൂം 200 റുപ്യേൻ്റെ റൂം പറയുമ്പോൾ തന്നെ അവിടെ 1000 റുപ്യ പറഞ്ഞു. പിന്നെ ഇത് ടെൻ്റ് അടിക്കുന്നതിന് 500 റുപ്യ പറഞ്ഞിന് അല്ലേ? 500 റുപ്യ പറഞ്ഞ് ലാസ്റ്റ് 200 റുപ്യ കൊടുത്ത്. ഓക്കെ സമാധാനമായി. ഇനി 800 റുപ്യ ലാഭം. ഇനി ഫുൾ ടെൻ്റ് അടി തന്നെ. ടെൻ്റ് മുതലാകണ്ടേ കൊണ്ടുവന്നതിന്. എന്തായാലും നമ്മൾ ഇനി ബാക്കി പരിപാടിയായിട്ട് കടന്നുറങ്ങിയെന്ന്. സമയം അത്രയൊന്നും ആയിട്ടില്ല. വേഗം ഒന്നും ഉറക്ക് വരൂല. ഇവ 5 മണിക്ക് ഉറങ്ങുന്ന ആളാണ്. 11 മണിക്ക് എണീക്കുന്നത്. എന്തായാലും നാളെ കാണാം കേട്ടോ വീഡിയോ ആയിട്ട്.